വിദ്യാലയത്തിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NSQF ജോബ് റോളായ ക്രാഫ്റ്റ് ബേക്കറിന്റെ 2ാം വർഷ ക്ലാസ്സുകളാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വോളിയമാണ് ഇന്ന് നാം എടുക്കുന്നത്. ആദ്യമായി സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ യൂണിറ്റുകളെ പരിചയപ്പെടാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. എല്ലാ വർഷത്തെയും പോലെ നമുക്ക് 2 പാർട്ടാണ് നമ്മുടെ ക്രാഫ്റ്റ് ബേക്കറിനുള്ളത്. പാർട്ട് എ എംപ്ലോയബിലിറ്റി സ്കില്ല്, അതുപോലെ തന്നെ പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽ. പാർട്ട് ബിയില് നമ്മൾ പാർട്ട് എ ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സെൽഫ് മാനേജ്മെന്റ് സ്കിൽസ്, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സ്കിൽ, എന്റർപ്രണറിയൽ സ്കിൽ, ഗ്രീൻ സ്കിൽ. പാർട്ട് ബി വൊക്കേഷണൽ സ്കിൽസ് ആണ്. നമുക്ക് നോക്കാം, യൂണിറ്റുകൾ പരിചയപ്പെടാം. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ, പേസ്ട്രീസ്, കേക്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡെസേർട്സ്, പേസ്ട്രി ക്രാഫ്റ്റ്, ഡോക്യുമെന്റേഷൻ ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്. നമ്മൾ ഈ യൂണിറ്റുകൾ പരിചയപ്പെടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒത്തിരി പേരുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. ശരിയാണത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അഡ്വാൻസ് സെക്ഷനാണ് നമ്മൾ സെക്കൻഡ് ഇയറിൽ കവർ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ വായിച്ച യൂണിറ്റുകൾ തന്നെ, അത് എംപ്ലോയബിലിറ്റി സ്കില്ലുകളായാലും ശരി, അതുപോലെ തന്നെ വൊക്കേഷണൽ സ്കില്ലാണെങ്കിലും ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഇതിന്റെ തുടർച്ച തന്നെയാണ് പഠിക്കുന്നത്. കുറച്ചുകൂടി കൂടുതൽ അല്ലെങ്കിൽ അഡ്വാൻസ് രീതിയിൽ നമ്മൾ പഠിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൊക്കേഷണൽ സ്കില്ലാണ്. വൊക്കേഷണൽ സ്കില്ലിലെ ആദ്യത്തെ യൂണിറ്റിന്റെ കുറച്ച് ഭാഗങ്ങളാണ്. ആദ്യത്തെ യൂണിറ്റ് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്, ഹൈജീൻ ആൻഡ് സാനിറ്റേഷൻ. ഫുഡ് സേഫ്റ്റിയെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചപ്പോൾ ഫുഡ് സേഫ്റ്റിയെ കുറിച്ച് വളരെ കുറച്ച്, അതായത് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഒരു ഡീറ്റെയിൽ വേർഷൻ ആണ് നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഫുഡ് സേഫ്റ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ അഷുറൻസ് ദാറ്റ് ഫുഡ് വിൽ നോട്ട് ഹാം ടു ദ കൺസ്യൂമർ ഓർ കസ്റ്റമർ. അതായത് ഒരു ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനം ഒരു കൺസ്യൂമർക്ക് ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അത് യാതൊരു തരത്തിലുള്ള വിപരീത ഫലങ്ങളും ആ കസ്റ്റമർക്ക് നൽകില്ല അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയാണ് ഫുഡ് സേഫ്റ്റി. എന്താണ് ഫുഡ് സേഫ്റ്റി? ക്യാൻ ബി ഡിഫൈൻഡ് ആസ് അഷുറൻസ് ദാറ്റ് ഫുഡ് വിൽ നോട്ട് ഹാം ടു ദ കൺസ്യൂമർ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് മൂലം ആ കൺസ്യൂമർക്ക് യാതൊരു തരത്തിലുള്ള വിപരീത ഫലങ്ങളും ഉണ്ടാകില്ല എന്ന ഒരു ഉറപ്പാണ്, അല്ലെങ്കിൽ ആ ഉറപ്പിനെ പറയുന്ന പേരാണ് ഫുഡ് സേഫ്റ്റി എന്ന്. അപ്പോ ഇങ്ങനെ ഫുഡ് സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഒത്തിരി കാര്യങ്ങൾ ഫുഡ് സേഫ്റ്റിയെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഒന്ന് സ്ലൈഡ് ശ്രദ്ധിക്കും. ആദ്യം പറയുന്ന പോയിന്റ് സോഷ്യൽ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നാണ്. അതായത് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപനം, ഒരു ബിസിനസ്, അല്ലെങ്കിൽ ആ ബിസിനസ്മാന്റെ സാമൂഹിക പ്രതിബദ്ധതയാണ് എന്ത്? നല്ല ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. ഓക്കെ, ഉള്ള ഉത്തരവാദിത്തമാണ്. രണ്ടാമത്തതോ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് ലോയലിറ്റി. കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് ലോയലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി, സേഫ്റ്റിയുള്ള അല്ലെങ്കിൽ ഹാംനെസ് ഇല്ലാത്ത ഭക്ഷണം കൊടുക്കുന്നതോടുകൂടി കസ്റ്റമർ സംതൃപ്തയാകുകയും തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിനോട് ഒരു എന്താ പറയാ സ്നേഹം ഉണ്ടാകുകയും അയാൾ തിരിച്ച് നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വരികയും ചെയ്യുന്നതിനാണ് നമ്മൾ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ആൻഡ് ലോയലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ് ലോസ് ഓഫ് കസ്റ്റമർ ആൻഡ് സെയിൽ. ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. അതെ, എന്ത്? കസ്റ്റമറിൽ നഷ്ടപ്പെടും, സെയിലിന് നഷ്ടപ്പെടും. എന്ത് ചെയ്തില്ലെങ്കിൽ? ഫുഡ് സേഫ്റ്റി നമ്മൾ പാലിച്ചില്ലെങ്കിൽ. അപ്പോൾ ഫുഡ് സേഫ്റ്റി പാലിക്കുക എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്തത് അങ്ങനെ പാലിക്കുന്നതിനോടുകൂടി കസ്റ്റമർക്ക് സാറ്റിസ്ഫിക്കേഷൻ കിട്ടണം. നമ്മൾ പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലോസ് ഓഫ് ആ കസ്റ്റമർ നമ്മുടെ സ്ഥാപനം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോവുകയും നമ്മുടെ സെയിൽ അതുവഴി നഷ്ടപ്പെടുകയും ചെയ്യും. അടുത്ത എന്താണ്? ലോസ് ഓഫ് പ്രസ്റ്റീജ് ആൻഡ് റെപ്യൂട്ടേഷൻ.
അതാണ് അടുത്ത പോയിന്റ്. പ്രസ്റ്റീജ് ആൻഡ് റെപ്യൂട്ടേഷൻ. നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല പേര് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ മോശം ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ മുഖാന്തരം അല്ലെങ്കിൽ നമ്മളുടെ സ്ഥാപനത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരാൾക്ക് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വിപരീതമായിട്ടുള്ള ഒരു ഫലം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു അസുഖം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അയാൾ അത് കംപ്ലൈന്റ് ചെയ്യും. ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഗുരുതരമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവാണ്. ഫേസ്ബുക്കും അതുപോലെ തന്നെ വാട്സാപ്പ് പോലെയുള്ള ഫേസ്ബുക്ക് മീഡിയകളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്പ്രെഡ് ആവുകയും അതുവഴി നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അതുവരെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റെപ്യൂട്ടേഷൻ, സൽപ്പേര് നഷ്ടപ്പെടും, നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് നഷ്ടപ്പെടും. എന്ത് പാലിച്ചില്ലെങ്കിൽ? ഫുഡ് സേഫ്റ്റി പാലിച്ചില്ലെങ്കിൽ. അതുമൂലം ഉണ്ടാകുന്ന അതിനോട് കണക്റ്റഡ് ആയിട്ടാണ് ബാക്കിയുള്ളതെല്ലാം വരുന്നത്. എന്താണ്? ഫിനാൻഷ്യൽ ലോസ് ടു ദ ഓർഗനൈസേഷൻ. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് അങ്ങനെ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ കസ്റ്റമേഴ്സ് ഒബ്വിയസ്ലി വരാണ്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും റൺ ആവില്ല. നമുക്ക് സാമ്പത്തികം കസ്റ്റമർ വന്നാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ സെറ്റപ്പ് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ഫിനാൻസ് കിട്ടത്തുള്ളൂ അല്ലെ? ഫിനാൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഓർഗനൈസേഷൻ തന്നെ നഷ്ടത്തിലാകുകയും അത് കൂട്ടേണ്ട അവസ്ഥയുണ്ട്. ഇനി വീണ്ടും അതിനോട് ബന്ധപ്പെട്ട അടുത്ത പോയിന്റ് ആണ് ലീഗൽ ആക്ഷൻ ബൈ റെഗുലേറ്ററി അതോറിറ്റി. നമ്മൾ ഫുഡ് സേഫ്റ്റി പാലിക്കാത്ത ഫുഡ് കൊടുത്ത് ഒരാൾക്ക് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, ഈവൻ ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാം. എക്സ്ട്രീം എൻഡിൽ ഡെത്ത് വരെ സംഭവിക്കാം. അത്രയൊന്നും പോണ്ട. ഒരാൾക്ക് കുറച്ച് അസുഖം ഉണ്ടായാലും അഡ്മിറ്റ് ആയാൽ മതി ഹോസ്പിറ്റലിൽ. അയാൾ അത് ഫുഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫുഡ് സേഫ്റ്റി അതോറിറ്റി അതിനെ കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ ആ സ്ഥാപനം പൂട്ടാനുള്ള ഉത്തരവിടുകയും ചെയ്യും. അതാണ് ലീഗൽ ആക്ഷൻ. അതായത് നിയമപരമായിട്ട് നമുക്കെതിരെ ആക്ഷൻ എടുക്കാൻ എന്ന് സാധിക്കും. ഫുഡ് സേഫ്റ്റി പാലിക്കാണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫുഡ് സേഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ട നമ്മുടെ ബിസിനസ്സിന്. അതായത് ഒരിക്കലും ഒരു കസ്റ്റമർ പോവരുത്. ഒരു കസ്റ്റമർ എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഫിനാൻഷ്യലി നമ്മൾ ഗ്രോ ചെയ്യണം, നമ്മുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ലോസുകൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ഓർഗനൈസേഷൻ വളരെ മനോഹരമായിട്ട് പോകണം. യാതൊരു ലീഗൽ ആക്ഷനും നമുക്ക് വരാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ഫുഡ് സേഫ്റ്റി എന്ന് പറഞ്ഞത് നമ്മൾ പാലിച്ചേ പറ്റൂ. അതാണ് ഫുഡ് സേഫ്റ്റിയുടെ ഇത്. ഫുഡ് സേഫ്റ്റി വിപരീതമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അതായത് ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഫുഡ് സേഫ്റ്റി മോശമാവുന്നതും അതുപോലെ തന്നെ അത് വിപരീതമായി ഫലിക്കുന്നതും. അപ്പോൾ ഫുഡ് സേഫ്റ്റിയെ അഫക്ട് ചെയ്യുന്ന കാര്യം, കാരണം ഫുഡ് സേഫ്റ്റി പാലിക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫുഡ് സേഫ്റ്റി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഫുഡ് സേഫ്റ്റിയെ നമ്മൾ അഫക്ട് ചെയ്യുന്നത്. ഒന്ന് ഫുഡ് അഡൾട്രേഷനും, രണ്ട് ഫുഡ് കണ്ടാമിനേഷനും. വളരെ പരിചിതമായിട്ടുള്ള വാക്കുകളായിരിക്കും ഇത് രണ്ടും. ഞാൻ പറഞ്ഞു തരാം. ഒന്ന് ഫുഡ് അഡൾട്രേഷനും, രണ്ട് ഫുഡ് കണ്ടാമിനേഷനും. ഫുഡ് അഡൾട്രേഷനിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ പറയുകയാണെങ്കിൽ മായം ചേർക്കുക. അതിനാണ് നമ്മൾ ഫുഡ് അഡൾട്രേഷൻ എന്ന് നമ്മൾ പറയുന്നത്. മായം ചേർക്കുന്നതിനാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത്. Intentional addition or substitution of abstraction of substance which have adverse affect the quality of food. ഇത് മായം ചേർക്കുക എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ചിലപ്പോൾ റോ മെറ്റീരിയലായിരിക്കും നമ്മൾ മായം ചേർക്കുക, അല്ലെങ്കിൽ മിക്കവാറും റോ മെറ്റീരിയലായിരിക്കും നമ്മൾ മായം ചേർക്കുക. മായം ചേർക്കുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ മായം ചേർത്ത ഫുഡുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ മായം ചേർത്തുണ്ടാക്കുന്ന റോ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുകയോ ഭക്ഷണം കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്നതിലൂടെ എന്ത് സംഭവിക്കും? ഫുഡ് സേഫ്റ്റി മോശമാവുകയും അത് കൺസ്യൂമറെ വിപരീതമായിട്ടും അഫക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഫുഡ് സേഫ്റ്റി പാലിക്കണമെങ്കിൽ ആദ്യത്തെ ഫുഡ് അഡൾട്രേഷൻ ഒഴിവാക്കുക. അതായത് മായം ചേർക്കുക എന്നുള്ള സംഗതി നമ്മൾ ഒഴിവാക്കുക. നമ്മൾ മായം ചേർത്ത ഫുഡുകൾ വാങ്ങിക്കാണ്ടിരിക്കുക. വാങ്ങിക്കുന്ന ഫുഡിന്റെ റോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്തതാണ് ഫുഡ് കണ്ടാമിനേഷൻ. ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എനി സബ്സ്റ്റൻസ് നോട്ട് ഇന്റൻഷനലി ആഡഡ് ടു ഫുഡ് which is present in food as a result of the production, manufacture, processing, preparation, treatment, packing, transport or storage of such food as a result of food contamination. Any substance not intentionally added. Our food adulteration എന്ന് പറഞ്ഞാൽ നമ്മൾ intentionally ആഡ് ചെയ്യുന്നതാണ്, അതായത് മനഃപൂർവ്വം ആഡ് ചെയ്യുന്നതാണ്. ഇതെന്താണ്? Not intentionally added to the food. Okay.
വിച്ച് പ്രസന്റ് ഇൻ ഫുഡ്. അത് എന്താ പറയാ ഇന്റൻഷനലി അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അതല്ലെങ്കിൽ എന്താ പറയാ അറിയാണ്ട് വന്നു പെടുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. അത് ചില സമയത്ത് പ്രൊഡക്ഷൻ സമയത്തായിരിക്കാം, ചിലപ്പോൾ അത് മാനുഫാക്ചറിങ് സമയത്തായിരിക്കാം, ചിലപ്പോൾ അത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസിങ് സമയത്തായിരിക്കാം, അത് ട്രീറ്റ്മെന്റിന് അയക്കുമ്പോഴായിരിക്കാം, അത് പാക്കിങ്ങിന് അയക്കായിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേജിലായിരിക്കാം. ഓക്കെ, അത്തരം ചിലപ്പോൾ സ്റ്റോറേജിലായിരിക്കാം. അപ്പോൾ അത്തരം ഫുഡുകൾ എന്ത് ചെയ്യും? കണ്ടാമിനേറ്റഡ് ആവും. കണ്ടാമിനേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ കേട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അറിയാണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ഫുഡ് പ്രോസസ് ചെയ്യുന്ന എല്ലാ സ്റ്റേജിലും എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഇവിടുന്ന് പറയുന്നത്, ഈ ഒരു ഇതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. അതിനാണ് ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം സംഭവിക്കുന്നതാവില്ല, അല്ലാതെ സംഭവിക്കുന്നതാണ്. അടുത്തതായി ഈ കണ്ടാമിനേഷന് നമുക്ക് എങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളത്, എപ്പോഴൊക്കെ സംഭവിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് എങ്ങനെ സംഭവിക്കുന്നു അതിന്റെ തരത്തിൽ നമ്മൾ അതിനെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ആണ്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ശ്രദ്ധിക്കാം. സോഴ്സ് ഓഫ് കണ്ടാമിനേഷനിൽ ആദ്യം വരുന്നതാണ് ഫിസിക്കൽ കണ്ടാമിനൻസ്, 2 കെമിക്കൽ കണ്ടാമിനൻസ്, 3 ബയോളജിക്കൽ കണ്ടാമിനൻസ്. ഓക്കെ, അപ്പോൾ അഡൾട്രേഷൻ കഴിഞ്ഞു. അഡൾട്രേഷൻ മനഃപൂർവ്വം സംഭവിക്കുന്നത് ആണ്, പക്ഷേ എന്താണ് കണ്ടാമിനേഷൻ മനഃപൂർവ്വം സംഭവിക്കുന്നതല്ല. അത് എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതിനെ മൊത്തമായിട്ട് നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ കണ്ടാമിനേറ്റ്സ്, കെമിക്കൽ കണ്ടാമിനൻസ് ആൻഡ് ബയോളജിക്കൽ കണ്ടാമിനൻസ്. അതിന്റെ ഒരു താഴെ നമ്മളൊരു ടേബിളിൽ നമ്മൾ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്ത്. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ പൊട്ട്, അതുപോലെ തലമുടി, സ്റ്റോണുകൾ, വുഡ്, മരക്കഷ്ണങ്ങൾ, ബോൺ, എല്ലിന്റെ കഷ്ണങ്ങൾ, ഇതൊക്കെ ആക്സിഡന്റലി സംഭവിക്കാം. ചിലപ്പോൾ പ്രിപ്പറേഷൻ സമയത്തോ പ്രോസസിങ് സമയത്തോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഫുഡിലേക്ക് വരുന്നതാണ്. ഇത്തരം ഐറ്റംസിനെ നമ്മൾ ഫിസിക്കൽ എന്ന് പറയാറുണ്ട്. ഫിസിക്കലായിട്ട് എന്തെങ്കിലും സാധനം വീഴുകയോ അങ്ങനെ അതുവഴി കണ്ടാമിനേറ്റഡ് ആവുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. അടുത്തതാണ് കെമിക്കൽ. അപ്പൊ കാരണം ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കാറുണ്ട്. ഫുഡ് അഡിറ്റീവ്സ്, ഫുഡ് കളേഴ്സ്, ഫുഡ് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഭക്ഷണത്തിന് കളർ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളറുകൾ കെമിക്കലാണ്. ഫുഡിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന അഡിറ്റീവ്സ്, അതായത് കൂടുതൽ ചേർക്കുന്നതിന് നമ്മൾ എന്താണ്, അത് കെമിക്കലാണ്. അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോറേജ് ഇല്ലാതെ ക്ലീനിങ് ഫ്ലൂയിഡ്സ്, അതായത് നമ്മൾ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡുകൾ വെക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് സംഭവിക്കാം? ആ കെമിക്കലുകൾ എന്തെങ്കിലും തരത്തിൽ ഭക്ഷണത്തിൽ വീഴുകയാണെങ്കിൽ അത് കണ്ടാമിനേറ്റഡ് ആവാം. പാക്കേജിംഗ് കെമിക്കൽ റിയാക്ഷൻ, അതായത് പാക്കേജിംഗ് കെമിക്കൽ റിയാക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കണ്ടെയ്നേഴ്സിലോ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ചൂടുള്ളതാണെങ്കിൽ ആ ചൂടുള്ള സംഗതികൾ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക്കിനോട് റിയാക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളൊക്കെ ചെയ്യുന്ന വീട്ടിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പെപ്സി, അതുപോലെ തന്നെ 7up പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നിങ്ങൾ എല്ലാവരും കഴിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ ബോട്ടിൽ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് ഒരു തവണ മാത്രമേ അത് ആ ഒരു പാക്കിൽ വരാമെന്ന് നമ്മളത് വാങ്ങി കുടിച്ചോടുകൂടി നമ്മളത് എപ്പോഴും ഡിസ്പോസ് ചെയ്യണം. പക്ഷെ നമ്മൾ ആ കുപ്പിയുടെ ഭംഗി കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത് വീടുകളിൽ കൊണ്ടുപോവുകയും വീട്ടിൽ നിന്ന് നമ്മളത് ചൂട് വെള്ളമൊക്കെ ചിലപ്പോൾ അതിൽ ഒഴിക്കാറുണ്ട്. ഈ ചൂട് തട്ടുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ്. ആ പ്ലാസ്റ്റിക്കിനോട് എന്ത് ചെയ്യും? ഇത് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്യുന്നതോട് കൂടി അവിടെ എന്ത് സംഭവിക്കും? കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കാം. അത് നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള കുറെ കെമിക്കൽ നമ്മളത് ആ വെള്ളം കുടിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ റിയാക്ഷൻ മുഖാന്തരം കണ്ടാമിനേറ്റഡ് ആവും. അടുത്തത് ബയോളജിക്കലാണ്. അതായത് മൈക്രോ പെറ്റ്സ്, ബേർഡ്സ്, അതായത് നമുക്ക് കാണാൻ മൈക്രോ എന്ന് പറഞ്ഞാൽ വളരെ ചെറുത്. മൈക്രോ പെറ്റ്സ്, അത് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ, ബേർഡ്സ്, ഫ്ലൈസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികളും പക്ഷികളും, ചെറുത്, വളരെ ചെറുത് കേട്ടോ. പിന്നെ ബാക്ടീരിയൽ, അതായത് ബാക്ടീരിയകൾ, നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ബാക്ടീരിയകളും വൈറസുകൾ, അതുപോലെ തന്നെ ഫംഗസുകൾ, ഇതൊക്കെ ബയോളജിക്കൽ. ഇതിനൊക്കെ നമ്മൾ കാണാത്ത, കാരണം ഫുഡ് ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണെങ്കിൽ കറക്റ്റ് ക്ലീനിങ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഭക്ഷണത്തിന്റെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ പുതിയ ഫുഡിലേക്ക് വരുമ്പോൾ അതും കണ്ടാമിനേഷൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻസ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവാനുള്ള കാരണം 3 എണ്ണമാണ്: ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ.
ഇപ്പോൾ നമ്മൾ ഫുഡ് അഡൾട്രേഷനും ഫുഡ് കണ്ടാമിനേഷനെയും കുറിച്ചാണ് സംസാരിച്ചത്. അത് ഫുഡ് സേഫ്റ്റിയെ വിപരീതമായി എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കറക്റ്റ് ആയിട്ട് നമുക്ക് പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നത് ഫുഡ് അഡൾട്രേഷനും അതുപോലെ തന്നെ ഫുഡ് കണ്ടാമിനേഷനും മൂലമാണ് കേട്ടോ. ഇനി എങ്ങനെ നമുക്ക് ഫുഡ് അഡൾട്രേഷനും ഫുഡ് കണ്ടാമിനേഷനും ഒക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത് മെയിൻറ്റെയിനിങ് ഫുഡ് ക്വാളിറ്റി ഇൻ പാറ്റിസറി അല്ലെങ്കിൽ ബേക്കറി, അതായത് നല്ല ഫുഡ് ക്വാളിറ്റി നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതിന് നമ്മൾ ടു മെയിൻറ്റെയിൻ ഫോർ ഗുഡ് ക്വാളിറ്റി ബേക്കറിയിൽ നമ്മൾ അല്ലെങ്കിൽ പാറ്റിസറിയിൽ നമ്മൾ ചെയ്യാൻ പറയുന്നത്, അവർ പറയുന്നത് HACCP അഡോപ്റ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പൊ എന്താണ് HACCP? അതൊരു സർട്ടിഫിക്കേഷൻ ആണ്. അതിന്റെ ഫുൾ ഫോം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹസാർഡ് അനലൈസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, നമ്മൾ നേടിയെടുക്കുക. അതൊരു ഏജൻസിയാണ് തരുന്നത്. സാപ്പിന്റെ സർട്ടിഫിക്കേഷൻ ഏജൻസിയാണ് നമുക്ക് തരുന്നത്. അവർ പറയുന്ന കുറെ ഫുഡ് സേഫ്റ്റി നോംസ് നമ്മൾ പാലിക്കണം. അത് പാലിച്ച് ഒരു ടീം വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, HACCP സർട്ടിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ തന്നെ നമുക്ക് ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഒരു കൺസ്യൂമറുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ, നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്ക് വന്ന് നിങ്ങൾ HACCP സർട്ടിഫൈഡ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് സ്ഥാപനത്തിന് വേറെയുണ്ട്. കാരണം അത് പാലിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വൺ ടൈം അല്ല, ഒരുപാട് തവണ അത് ഇൻസ്പെക്ഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അതിന്റെ അവർ പറയുന്ന നോംസുകൾ നമ്മൾ എപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കണം. ക്ലീനിങ് ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റോറിംഗ് ആണെങ്കിലും എല്ലാം. അപ്പൊ നമുക്ക് അത് എന്താ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒന്ന് സ്ലൈഡ് ശ്രദ്ധിക്കാം. അപ്പോൾ HACCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഹസാർഡ് അനലൈസ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ് എന്നുള്ളതാണ്. ഈ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. രണ്ട് പ്രിൻസിപ്പിൾസ്, രണ്ട് തത്വങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. ഒന്ന് GMPS-ഉം ഒന്ന് GHP. ഓക്കെ, GHP. അപ്പോൾ GMPS എന്ന് പറഞ്ഞാൽ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രിൻസിപ്പിൾസ് എന്നും GHI എന്ന് പറഞ്ഞാൽ ഗുഡ് ഹൈജീൻ പ്രാക്ടീസസ് എന്നുമാണ് കേട്ടോ. അപ്പൊ എന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. GMP is a system for ensuring that products are constantly produced and controlled according to the quality standards. അതായത് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മൾ പ്രോസസ് ചെയ്യുന്നത്, മാനുഫാക്ചറിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രോസസ് ചെയ്യുന്നതെല്ലാം തന്നെ അവർ പറയുന്ന പ്രിൻസിപ്പിൾസിലൂടെ മാത്രം, ആ ഒരു GMP പ്രിൻസിപ്പിൾസിലൂടെ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, കയറി അതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ക്വാളിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ് അഷ്യൂർ ചെയ്യാൻ പറ്റും. അടുത്തത് അതാണ് GHI. GHP. This practice includes bathing, washing your hands, uniform brushing your teeth and more. അതായത് ഇവിടെ GHP പറയുന്നത് ഗുഡ് ഹൈജീൻ പ്രാക്ടീസ് ആണ്. അത് പേഴ്സണൽ ഹൈജീൻ ആണ് ഇവിടെ GHI പറയുന്നത് കേട്ടോ. അതായത് നല്ല പ്രാക്ടീസസ്, പേഴ്സണൽ ഹൈജീൻ പ്രാക്ടീസസ്, അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. എല്ലാ എംപ്ലോയീസും കുളിക്കുക, പല്ല് തേക്കുക, കൈ കഴുകുക, കറക്റ്റ് ആയിട്ട് സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുക, യൂണിഫോംസ് നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുക, ബ്രഷിംഗ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഗ്രൂമിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഹെയർ കട്ട് ചെയ്യുക, അതുപോലെ തന്നെ നെയിൽ കട്ട് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ GHPയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഈ രണ്ട് പ്രാക്ടീസസും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എന്ത് വരും, HACCP സർട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇത് രണ്ടും ഫെയിൽ ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാറും ഇല്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമുക്ക് HACCPക്ക് പോവാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് GMPS, അതായത് ഗുഡ് മാനുഫാക്ചറിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, അതിലൂടെ തന്നെ മാത്രം പോവുക. അതുപോലെ തന്നെ GHP, അതായത് ഗുഡ് ഹൈജീൻ പ്രാക്ടീസ്, വൃത്തിയുള്ള എംപ്ലോയീസിന്റെ കാര്യത്തിൽ വൃത്തി, അതുപോലെ തന്നെ വ്യക്തി ശുചിത്വം വളരെയധികം പാലിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പറയുന്നത്. അടുത്തതായി നമ്മൾ ഹൈജീൻ സാനിറ്റേഷൻ ഇൻ പാറ്റിസറി, അതായത് ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് എന്ത് ഹൈജീനുകൾ, അല്ലെങ്കിൽ ഈ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വൃത്തി, അത് അതിൻ്റെതായ വൃത്തി നമുക്ക് എങ്ങനെ കീപ്പ് ചെയ്ത് പോകാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഒരു പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ലൈഡ് ശ്രദ്ധിക്കുക. അപ്പൊ ഹൈജീൻ സാനിറ്റേഷൻ ഇൻ പാറ്റിസറിയിൽ ആദ്യത്തെ എന്താണ്, പേഴ്സണൽ ഹൈജീൻ ആണ് അല്ലെ, വ്യക്തി ശുചിത്വം തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അല്ലെ. അതിൽ പറയുന്ന കുറെ പോയിന്റുകളുണ്ട്. അതായത് ഗുഡ് സാനിറ്റേഷൻ സ്റ്റാർട്ട് വിത്ത് എവറി ഇൻഡിവിജ്വൽ, അതായത് ആദ്യം വ്യക്തികൾ ശുചിയായിട്ടിരുന്നാൽ മാത്രമേ ആ സ്ഥാപനത്തിന് സാനിറ്റേഷൻ എന്നുള്ള വർക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ, വൃത്തി. ഓക്കെ, ബേക്കറി
കെയർഫുൾ അറ്റൻഷൻ ടു പേഴ്സണൽ ഹൈജീൻ. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, നമ്മൾ വ്യക്തി ശുചിത്വം പാലിക്കുക. എന്താ വ്യക്തി ശുചിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കുളിക്കുക, പല്ല് തേക്കുക, നഖം വെട്ടുക, മുടി കറക്റ്റായിട്ട് ചെയ്യുക, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അടുത്തത് കീപ്പിംഗ് ഫുഡ് ഫ്രീ ഓഫ് എനി ഡിസീസ് ദാറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് കുഡ് ക്യാരി ഓൺ ദർ ബോഡീസ്, എയർ ഓർ ക്ലോത്ത്സ്. അതായത് അവർ പറയുന്നത് ഏതെങ്കിലും ഒരു സ്റ്റാഫിന് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അയാൾ മാറി നിൽക്കുക, ഭക്ഷണം ഉണ്ടാക്കാൻ വരരുത്. അതുപോലെ തന്നെ ഈ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫീവർ ആവാം, അതല്ലെങ്കിൽ കഫ് കോൾഡ് പോലെയുള്ള ജലദോഷപ്പനി പോലെ ചെറിയ അസുഖങ്ങളാവാം. ഇനി അയാളുടെ കയ്യിൽ ഒരു മുറി ആയാൽ തന്നെ അതിൽ നിന്ന് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അണുക്കൾ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് അത്തരം ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഫുഡായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്ടിരിക്കുക, മീൻസ് അത് ചെയ്യാണ്ടിരിക്കുക. അടുത്ത പോയിന്റ് ആണ്, എവറി ബേക്കറി ഷുഡ് എസ്റ്റാബ്ലിഷ് ആൻഡ് എൻഫോഴ്സ് സ്ട്രിക്ട് സ്റ്റാൻഡേർഡ് ഫോർ ക്ലീൻനെസ് ഫോർ ഓൾ എംപ്ലോയീസ്, എസ്പെഷ്യലി ദോസ് ഹു കം ഇൻ ടു ഡയറക്ട് കോൺടാക്ട് വിത്ത് ഇൻഗ്രീഡിയൻസ് ഫോർ ഫിനിഷ്ഡ് ഐറ്റംസ്. നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെ, പേഴ്സണൽ ഹൈജീൻ പാലിക്കുക, അത് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുവരിക, അത് ചെക്ക് ചെയ്യാൻ ഒരാളുണ്ടാകണം. എസ്പെഷ്യലി ഭക്ഷണമായിട്ട് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അത് പാലിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമം നമ്മുടെ ഡിസിപ്ലിനറി ആക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് കൊണ്ടുവരണം കേട്ടോ. അതാണ് പേഴ്സണൽ ഹൈജീൻ. ഇനി അടുത്ത ഹൈജീൻ സാനിറ്റേഷൻ എന്താണ്, വാഷ് യുട്ടൻസിൽസ് ആൻഡ് സർഫേസസ്. യുട്ടൻസിൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലത്തിനുമാണ് നമ്മൾ സർഫേസസ് എന്ന് പറയുന്നത് കേട്ടോ. ഉപകരണത്തിന് യുട്ടൻസിൽസ് എന്ന് പറയും, സർഫേസിന് നമ്മളിപ്പോ ടേബിളുകളൊക്കെ ഉപയോഗിക്കാറില്ലേ, അതിനാണ് സർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡേർട്ടി കിച്ചൺ യുട്ടൻസിൽസ് ഓർ സർഫേസസ് ദാറ്റ് കം ഇൻ ടു കോൺടാക്ട് വിത്ത് ദ ഫുഡ് ക്യാൻ മേക്ക് എ മേജർ ഹസാർഡ്സ്. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ തീരെ വാഷ് ചെയ്യാതെ ഒരു ഭക്ഷണം ഉണ്ടാക്കി അത് തിരിച്ച് വാഷ് ചെയ്യാണ്ട് അടുത്ത ഭക്ഷണം അതേ യുട്ടൻസിൽസ് ഉപയോഗിച്ച് അതല്ലെങ്കിൽ അതേ എക്യുപ്മെന്റുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുകയോ അതേ സർഫേസ് ക്ലീൻ ചെയ്യാൻ അതിൽ അവിടെ തന്നെ വീണ്ടും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയോ ചെയ്യുമ്പോൾ അത് മേജർ ഹസാർഡ്സ്, അതായത് വലിയ വലിയ എന്താ പറയാ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കണം. അടുത്തത്, ബേക്കിംഗ് പ്രൊഫഷണൽ ആൾവേസ് ഹാവ് ടു ബി ഓൺ ലുക്ക് ഔട്ട് ഫോർ ക്രോസ് കണ്ടാമിനേഷൻ വിച്ച് ക്യാൻ ബി ഡേഞ്ചറസ് കൺസ്യൂമേഴ്സ്. ഇനി എന്താണ് ക്രോസ് കണ്ടാമിനേഷൻ? ബേക്കിംഗ് പ്രൊഫഷണൽസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ക്രോസ് കണ്ടാമിനേഷൻ. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്യുപ്മെന്റ്, ഒരു ഇൻഗ്രീഡിയന്റിൽ നിന്ന് മറ്റു ഇൻഗ്രീഡിയന്റിലേക്ക് അതിന്റെ ഫ്ലേവർ വരുന്നതിനാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവാം. അപ്പൊ ഫോർ എക്സാമ്പിൾ ആണ്, ഇപ്പൊ നമ്മളൊരു ബട്ടറും ഗാർലിക്കും, അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ബട്ടർ നെയ്യും തുറന്നു വെക്കുകയാണെങ്കിൽ ആ ഗാർലിക്കും അടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗാർലിക്കിന്റെ ഗ്യാസ് ബട്ടറിലേക്ക് വരികയും ആ ബട്ടറിന് വെളുത്തുള്ളിയുടെ ഒരു എന്താ പറയാ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. ഇതിനാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ക്ലീനിങ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്, നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്ന ഫിനോയിൽ പോലെയുള്ള സാധനത്തിനൊക്കെ ഇതുപോലത്തെ സംഗതികൾ ഉണ്ടാകാറുണ്ട്. അത് തുറന്നു വെക്കുകയും അതിന്റെ അടുത്ത് ഭക്ഷണം വെക്കുകയും അത് ആ ഭക്ഷണത്തിലേക്ക് വീഴണമെന്നില്ല. എന്ത് ചെയ്യും, അത് എയറിലൂടെ അതെന്ത് ചെയ്യും, അതിന്റെ ഗ്യാസ് അടുത്ത ഭക്ഷണത്തിലേക്ക് വന്ന് ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രോസ് കണ്ടാമിനേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെന്താണ്, ക്രോസ് കണ്ടാമിനേഷൻ ആവുകയും അത് നശിച്ചു പോവുകയും ചെയ്യാറ്, ഭക്ഷണം മോശമായി പോവുകയും ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹസാഡസ് ആണ് കേട്ടോ. അപ്പൊ അത്തരം കാര്യങ്ങൾ വളരെയധികം ബേക്കിംഗ് പ്രൊഫഷണൽസ് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തെന്താണ്, കെയർലെസ്ലി യൂസിംഗ് ദ സെയിം ടൂൾ ഫോർ കട്ടിംഗ് ബോർഡ് ഫോർ ഡിഫറെന്റ് ടാസ്ക് വിത്തൗട്ട് ക്ലീനിങ് ദം മൈറ്റ് ലീഡ് അലർജിക് റിയാക്ഷൻ. അതേപോലെ തന്നെ കട്ടിംഗ് ബോർഡ്, നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ സാധനമാണ് കിച്ചണിലെ കട്ടിംഗ് ബോർഡ്, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഗ്രീഡിയൻസ് കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്യാണ്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിന് അലർജിക് റിയാക്ഷൻസ് ഉണ്ടായിരിക്കാം. അത് വിപരീതമായിട്ട് നമുക്ക് ഫലിക്കാം. അടുത്താണ് എക്യുപ്മെന്റ് മെയിൻ്റനൻസ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒന്നെന്താണ്, ബേക്കേഴ്സ് ഷുഡ് എൻഷുർ പ്രോപ്പർ വർക്കിംഗ് ഓഫ് ദർ മെഷീൻസ് ടു പ്രിപ്പയർ ദർ ഗുഡ്സ് എഫിഷ്യന്റ്ലി. അതായത് പ്രോപ്പർ വർക്കിംഗ് മെഷീൻസ്, അതായത് എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. മിക്സേഴ്സ്, ഡോ ഷീൽഡേഴ്സ്, ബ്രെഡ് സ്ലൈസേഴ്സ് എക്സെട്ര വെരി ഡിഫിക്കൽട്ട് ടു ക്ലീൻ. അതായത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടാണ് മിക്സി, ഡോ ഷെൽട്ടേഴ്സ്, അതുപോലെ തന്നെ ബ്രെഡ് സ്ലൈസർ പോലെയുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്. ഇതെല്ലാം അഴിച്ച് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ച് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു ടേക്ക് ടൈം ടു പെർഫോം ദീസ് ടാസ്ക് ഓൺ റെഗുലർ ബേസിസ്. അത് വളരെ റെഗുലർ ആയിട്ട് ഒരു ദിവസം 2 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നേ വേണം കേട്ടോ. കാരണം അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എന്താ പറയാ നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള ഫുഡ് കിട്ടാനുള്ള ചാൻസ്. ഇനി അടുത്തത്, പ്രൂഫിംഗ് ക്യാബിനറ്റ് ഷുഡ് ബി ആൾവേസ് ക്ലീൻ ആൻഡ് വാം ക്ലീൻ. അതായത് ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. പ്രൂഫിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുന്ന ചേമ്പർ എന്ന് പറയുന്ന പേരാണ് പ്രൂഫിംഗ് ചേമ്പർ അല്ലെങ്കിൽ പ്രൂഫിംഗ്
ക്യാബിനറ്റ് എന്ന് പറയാറുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് വാം ക്ലീൻ ആയിരിക്കണം. അത് ചൂട് തട്ടി നമ്മൾ ആദ്യം ലിക്വിഡ് കൊണ്ട് ക്ലീൻ ചെയ്ത് പിന്നെ അത് ചൂടായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് എപ്പോഴും വെക്കണം. കാരണം ഏറ്റവും കൂടുതൽ ബാക്ടീരിയ വളരാൻ സാധ്യതയുള്ള സ്ഥലമാണ് പ്രൂഫ്. അടുത്തതാണ് ക്ലീനിങ് ഔട്ട് സ്റ്റോറേജ് ആൻഡ് പ്രോപ്പർലി ഡിസ്പോസിംഗ് വേസ്റ്റ്. കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോറേജ് ക്ലീനിങ് ഔട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യണം. സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, നന്നായി ക്ലീൻ ചെയ്യണം ഇൻഗ്രീഡിയൻസ് സ്റ്റോർ ചെയ്യുന്നിടത്ത്. പിന്നെ എന്താണ്, അത് പ്രോപ്പർ ആയിട്ട് വേസ്റ്റേജ് നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണം. വേസ്റ്റ് ഡിസ്പോസിബിൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, അതിന്റെ SOP എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ഇൻ പെറ്റിസറി. അതായത് നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് എങ്ങനെ നമുക്ക് തടയാം എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം കണക്റ്റഡ് ആണ്, എല്ലാം ഓരോ കാര്യങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് സ്ലൈഡ് നോക്കാം. ആദ്യമായി കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് റോ മെറ്റീരിയൽ ആണ്. അതായത് നമ്മുടെ ബേക്കറിയിലേക്ക് വരുന്ന റോ മെറ്റീരിയൽ. ഓക്കെ, അത് നമ്മൾ ആദ്യം പറയുന്നത് റിവ്യൂ ദ ലേബൽസ് ഓഫ് ഇൻകമിംഗ് റോ മെറ്റീരിയൽ ഫോർ അപ്രോപ്രിയേറ്റ് അലർജൻ ഇൻഫർമേഷൻ എനി ചേഞ്ചസ്. അതായത് കറക്റ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ നമ്മൾ അതിന്റെ ടാഗ് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സ്വീകരിക്കുമ്പോൾ തന്നെ അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അടുത്തത് എന്താണ്, ടാഗ് ഈച്ച് കേസ്, പാലറ്റ്, ബാഗ് എക്സെട്ര അപ്രോപ്രിയേറ്റ് റോ മെറ്റീരിയൽ ടു എൻഷുർ ദ അലർജി ക്ലിയർലി കോൾഡ് ഔട്ട് ഓഫ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ആൻഡ് യൂസ് ഫ്രണ്ട്ലി. അതായത് അത് നമ്മൾ സ്റ്റോറിലേക്ക് ആദ്യം വരുന്ന റോ മെറ്റീരിയൽ പോകുന്നത് സ്റ്റോറിലേക്കാണ്. സ്റ്റോറിലേക്ക് പോകുന്നതിന് മുമ്പ് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ബാഗിലായിരിക്കും അല്ലെങ്കിൽ ഒരു പാലറ്റോ അല്ലെങ്കിൽ കേസിലോ ആയിരിക്കും ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കുക. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിച്ച ഇൻഗ്രീഡിയൻസ് തന്നെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് സ്ഥലത്താണോ സ്റ്റോർ ചെയ്യുന്നത്? അലർജൻസ് ഇല്ലാത്ത പ്രോഡക്റ്റ് ആണെങ്കിൽ അത് വേറെയും, അലർജിക് ആണെങ്കിൽ അത് വേറെയും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഹാൻഡിൽ അപ്രോപ്രിയേറ്റ്ലി എനി ഡാമേജ് കണ്ടെയ്നേഴ്സ് ഫോർ അലർജിക് ടു മിനിമൈസ് ക്രോസ് കണ്ടാമിനേഷൻ. ഇനി നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്ത് റോ മെറ്റീരിയൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതെങ്കിലും ഒരെണ്ണം ഡാമേജ് ആയി കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്യണം. അത് ഒന്നിലേക്ക് തിരിച്ചയക്കേണ്ടി വരും, അതല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം, നമ്മൾ മറ്റ് ഭാഗങ്ങളിലേക്ക് മാറ്റി വെക്കേണ്ടി വരും. ഇതിന്റെ കൂടെ വെക്കാൻ പാടില്ല, കാരണം ക്രോസ് കണ്ടാമിനേഷന് സാധ്യതയുണ്ട്. അടുത്തത് സ്റ്റോർ ആണ്. സ്റ്റോർ അലർജിക് ഇൻഗ്രീഡിയൻസ് പ്രോഡക്റ്റ് സെപ്പറേറ്റ്ലി ടു പ്രിവെന്റ് മിനിമൈസ് ക്രോസ് കണ്ടാമിനേഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലർജിക് ആയിട്ടുള്ള, കാരണം അലർജനിക് ഉദ്ദേശിക്കുന്നത് ചെറിയ ഒരു പ്രശ്നം കൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ നമ്മൾ മിനിമൈസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ മാറ്റണം കേട്ടോ. അത് മറ്റു സാധനത്തിന്റെ കൂടെ നമ്മൾ വെക്കിയത് സെപ്പറേറ്റ് ആയിരിക്കും. അടുത്തത് എന്താണ്, യൂസിങ് ക്ലീൻ ആൻഡ് ക്ലോസ്ഡ് കണ്ടെയ്നേഴ്സ്. നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ വളരെയധികം വൃത്തിയായിരിക്കണം, അത് ടൈറ്റ് ആയിട്ട് എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം കേട്ടോ. അടുത്തതാണ് ഡെസിഗ്നേറ്റിംഗ് സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയാസ് ഫോർ അലർജിക് ആൻഡ് നോൺ അലർജിക് ഇൻഗ്രീഡിയൻസ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് എന്താണ്, സ്റ്റോറേജ് ഏരിയ. അതായത് നമ്മൾ സ്റ്റോറേജ് അലർജിക് ആയിട്ടുള്ള അത് നോൺ അലർജിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്യണം, നമ്മൾ 2 റൂമിൽ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ യൂസിങ് ആൻഡ് ഡോക്യുമെന്റിംഗ് ക്ലീൻ അപ്പ് പ്രൊസീജിയേഴ്സ് ഫോർ സ്പിൽസ് ഓർ ഡാമേജ് കണ്ടെയ്നേഴ്സ് ഫോർ അലർജൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാം, അതായത് യൂസിങ് ആൻഡ് ഡോക്യുമെന്റിംഗ് ക്ലീൻ അപ്പ് പ്രൊസീജിയേഴ്സ്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വീഴുകയോ അല്ലെങ്കിൽ ഡാമേജ് സംഭവിക്കുകയോ ചെയ്യുക, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, നമ്മളത് ക്ലീൻ ചെയ്യണം. അത് ക്ലീൻ ചെയ്യുക വെറുതെ ക്ലീൻ ചെയ്താൽ പോലെ, അലർജിക് ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ അതിന്റെ SOP പ്രകാരം നമ്മൾ അതേ ലിക്വിഡ് വെച്ച് ക്ലീൻ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും അവിടുന്ന് പോകത്തുള്ളൂ കേട്ടോ. അതാണ് സ്റ്റോറിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി പ്രൊഡക്ഷൻ സമയത്ത് നോക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ സമയത്ത്, അതായത് പ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ബേക്കറിയിൽ പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് എൻഷുർ ദ ട്രാഫിക് പാറ്റേൺസ് ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ പാക്കേജിംഗ് സപ്ലൈസ്, എംപ്ലോയീസ് ആർ ലിമിറ്റഡ് ഡ്യൂറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് അലർജൻ കണ്ടെയ്നിങ് പ്രോഡക്ട്സ് ഡു നോട്ട് ലെറ്റ് ടു ക്രോസ് കോണ്ടാക്ട്. ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോ മെറ്റീരിയൽ, പാക്കേജിംഗ്, സപ്ലൈസ് ആൻഡ് എംപ്ലോയീസ് ആർ ലിമിറ്റഡ്. അതായത് എല്ലാം തന്നെ അതിന്റെ SOP പ്രകാരം വളരെ ലിമിറ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് തിരക്കുള്ള സ്ഥലങ്ങളിൽ തിരക്ക് പാടില്ല എന്നാണ് പറയുന്നത്. അതായത് ഒത്തിരി ആൾക്കാർ, ഒത്തിരി മെറ്റീരിയൽ, ഒത്തിരി പാക്കേജിംഗ് സപ്ലൈസ്, അതൊക്കെ ആകുമ്പോൾ എന്താണ് പരസ്പരം കോൺടാക്ട് വരും. അപ്പൊ അതിനൊക്കെ നമ്മളൊരു ലിമിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. If possible, have dedicated processing equipment and containers to prevent allergic cause. If possible, dedicated processing equipment, അതായത് വളരെ എന്താ പറയാ സിംഗിൾ ആയിട്ടുള്ള, അതായത് എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ പ്രോസസ് ചെയ്യരുത്. വളരെ എന്ത് ചെയ്യണം, ഓരോ സിംഗിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസിംഗ് എക്യുപ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ക്രോസ് കോണ്ടാക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ മിനിമൈസ് ദ റീയൂസ് ഓഫ് പ്രോസസിംഗ് ആൻഡ് ഓർ കുക്കിംഗ് മീഡിയ സച്ച് എസ് വാട്ടർ, ഓയിൽ. അതായത് നമ്മൾ റീയൂസ് ഒഴിവാക്കുക, എപ്പോഴും പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾ എന്താണ്, ഓയിൽ, വെള്ളം, ഇതൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ചത് കളഞ്ഞിട്ട് എന്താണ് ഒറ്റ പ്രാവശ്യം മാത്രം ഉപയോഗിക്കുക. പിന്നെ അത് റീയൂസ് ചെയ്യാണ്ടിരിക്കുക.
കേട്ടോ. ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി സാനിറ്റൈസേഷന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഹാവ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയർ ഫോർ സാനിറ്റൈസേഷൻ ഓപ്പറേഷൻ ആൻഡ് എൻഷുർ ദേ ആർ ഫോളോഡ്. അതായത് നമ്മൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ, അതായത് സാനിറ്റൈസേഷൻ ഉദ്ദേശിച്ച് നമ്മൾ വർക്ക് ഏരിയ ക്ലീൻ ചെയ്യുന്നതാണ് പറഞ്ഞത് സാനിറ്റേഷൻ. അതിന് SOP ഉണ്ടായിരിക്കും. SOP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അത് തന്നെ ഫോളോ ചെയ്യുക. അതായത് ഇത്ര മണിക്കൂർ ഇടവിട്ട് ക്ലീൻ ചെയ്യുക, ഇന്ന് ലിക്വിഡ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് അതിന്റെ SOPയിൽ വരുന്നത് കേട്ടോ. പിന്നെ ക്ലീനിങ് മെത്തേഡുകൾ, അതായത് വൈപ്പ് ചെയ്യേണ്ട സ്ഥലത്ത് വൈപ്പ് ചെയ്യുക, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ തുടയ്ക്കേണ്ട സ്ഥലത്ത് തുടയ്ക്കുക, വാക്യൂം ചെയ്യുക, അതായത് വാക്യൂം ക്ലിയർ ഉപയോഗിച്ച് വാക്യൂം ചെയ്യുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് ഉള്ളിടത്ത് അത് ഉപയോഗിക്കുക. അതൊക്കെ SOPയിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ നമുക്കൊരു ഡേർട്ട് അല്ലെങ്കിൽ ഒരു അഴുക്കായി കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്യണോ, അത് സ്ക്രാപ്പ് ചെയ്യണോ, അത് വാക്യൂം ചെയ്യണോ, അത് സോപ്പ് വെള്ളം ഇട്ട് കഴുകണോ, അതോ പൗഡർ ഇട്ട് കഴുകണോ, കെമിക്കൽ ഉപയോഗിക്കണോ എന്നെല്ലാം നമ്മുടെ SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. അടുത്ത എന്താണ്, എൻഷുർ ആഡിക്വേറ്റ് ലൈറ്റിംഗ് ഇൻ ദ പ്രോപ്പർ ലൊക്കേഷൻസ്. അതായത് എല്ലായിടത്തും വെളിച്ചം സജ്ജമാക്കുക. നമ്മൾ കുക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ അത്യാവശ്യം നല്ല വെളിച്ചം വേണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എക്യുപ്മെന്റിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലോ എന്തെങ്കിലും വന്നാലോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നല്ല വെളിച്ചം വേണം. അടുത്ത എന്താണ്, സ്പെസിഫൈ എംപ്ലോയി പ്രാക്ടീസസ്. അതായത് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ കൈ കഴുകാൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അതിന്റെ പ്രൊസീജിയറിലൂടെ കൈ കഴുകുന്നത് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എല്ലാവരും ഇപ്പൊ കൊറോണ വൈറസ് വന്നതിന് ശേഷം നമ്മൾ കൈ കഴുകുന്ന രീതി വ്യത്യാസമുണ്ട് അല്ലെ. ആദ്യം നമ്മൾ ഉള്ളം കൈ കഴുകണം, പിന്നെ നമ്മൾ സൈഡ് കഴുകണം, പിന്നെ വിരലുകൾ കഴുകണം. പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് എന്താണ്, അത്തരം പ്രൊസീജിയറുകളും പ്രാക്ടീസുകളും നമ്മൾ എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിവെൻഷൻ ഓഫ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട കാര്യം. ഓക്കെ, ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാം.